വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും രുചികരവുമായ ഒരു മട്ടൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കറി തയ്യാറാക്കാനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 3 പച്ചമുളക് രണ്ടായി പിളർന്നത് ഇട്ട് കൊടുക്കണം. അത് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി, അത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. കറിക്ക് രുചി കൂടാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കൂടെ നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ 4 സവോള എടുത്താൽ മതി. ചെറിയ ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ ആകുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. നമുക്ക് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. ഇവിടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഇളക്കിയതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇറച്ചിയുടെ വേവിനനുസരിച്ച് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ വെന്ത് കഴിയുമ്പോഴേ ഇറച്ചി ഒന്ന് കുക്കർ തുറന്ന് വെച്ച് നമുക്ക് അതിനെ 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം താളിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ചെറിയുള്ളി 4-5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് അതിൽ 2 വറ്റമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് താളിച്ചെടുക്കാവുന്നതാണ്. ചൂടോടുകൂടി സെർവ് ചെയ്യുക. അങ്ങനെ രുചികരമായ മട്ടൻ കറി തയ്യാറായി. താങ്ക് യു ഫോർ വാച്ചിങ്.